ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതൊരു സ്വിഫ്റ്റ് ഡിസയർ ആണ്. 2018-19 മോഡലാണ്. ഇതിനൊരു കംപ്ലൈൻ്റ് ഉണ്ട്. കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ 2 സിലിണ്ടർ മാത്രമേ വർക്കുള്ളൂ, 2 വർക്കല്ല. ഇത് കസ്റ്റമർ അതിൻ്റെ നോസിലൊക്കെ ഇളക്കി ക്ലീനാക്കിയൊക്കെ ഇട്ട് എന്നിട്ട് രക്ഷയില്ല. അവർ ചോദിച്ചു ഇത് നോസിൽ വർക്കാവാത്തതാണെന്ന്. പക്ഷേ ഇത് നോസിലിൻ്റെ അല്ല ഇഷ്യൂ. ഇപ്പോൾ ഇതിൽ ആ കൂടി വർക്കാവുന്നത് 2ഉം 3ഉം മാത്രമേ വർക്കുള്ളൂ, 1ഉം 4ഉം വർക്കല്ല. ഇതിൽ കോമൺലി ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണിത്, ഇങ്ങനൊരു ഇഷ്യൂ വരുന്നത്. ഈ ഇഷ്യൂലാണ് ഈ കംപ്ലൈൻറ്റ് കിടക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. വണ്ടി ഭയങ്കര മിസ്സിങ് ആണ്. ഇതുണ്ടോ, കിടന്ന് കുടച്ചിലാണ് കിടന്നത്. ഇത് ഇത്രയും ഷേക്കിങ് ആവോടുകൂടി 2 സിലിണ്ടറേ വർക്കുള്ളൂ, 2ഉം 3ഉം ഈ 2 സിലിണ്ടറേ വർക്കുള്ളൂ, 1ഉം 4ഉം വർക്കല്ല. ഇത് നമുക്ക് ഇളക്കി ഇന്ന് റിപ്പയർ ചെയ്യണം. ഇതിൻ്റെ ബോർഡാണ് കംപ്ലൈൻറ്റ് കൂടുതലും വരുന്നത്, ECU ആണ് കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പം നമുക്ക് ഇളക്കി നോക്കി എന്താണ് ഫോൾട്ടെന്ന് കണ്ടുപിടിക്കണം. വണ്ടി ഇതാണ് മോഡൽ. ഇളക്കാനായിട്ട് ഇത് മൊത്തം വലിച്ചിളക്കണം. ഇതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്, ECU ഇതിൻ്റെ ഉള്ളിലായിരിക്കണം. അതിൻ്റെ ബോൾട്ടെല്ലാം ഇതിൻ്റെ അകത്താണ്. ആദ്യം നമുക്ക് വൈപ്പറൊക്കെ വലിച്ചിളക്കി ഇതൊക്കെ ഇളക്കി മാറ്റണം. എങ്കിൽ മാത്രമേ ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇളക്കി നോക്കാം. ഉണ്ട്, ഇവിടെയാണ് വരുന്നത്. ഇതെല്ലാം ഇളക്കി കഴിഞ്ഞാൽ ECU നമുക്ക് കൈ കിട്ടും. ഇതാണ് ECU, ഇതാണ് പാർട്ട് നമ്പർ PO. ഈ പാർട്ട് നമ്പർ വെച്ചാണ് വരുന്നത്. ഇത് ഇളക്കിയിട്ട് നമുക്കൊന്ന് റിപ്പയർ ചെയ്യണം. ഈ ബോക്സിൻ്റെ അകത്തായിട്ട് വെച്ചിട്ടുണ്ട്. POയുടെ ECU ഞാൻ പൊളിച്ചിട്ടുണ്ട്, സ്വിഫ്റ്റ് ഡിസയറിൻ്റെ. ഇത് ഇളക്കി കൊണ്ടുവന്ന് ഞാൻ പൊളിച്ച് നോക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് ഹാർഡ്വെയർ വരുന്നത്. സെക്ഷനാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇഞ്ചക്ടർ IC ഒക്കെ ഇവിടെ വരുന്നുണ്ട്. മോസ്ഫെറ്റുകളെല്ലാം ഇവിടെ വരുന്നത്, ഹൈയും ലോയും ഇവിടെയാണ് വരുന്നത്. നമുക്ക് ഫുള്ള് ചെക്ക് ചെയ്യണം എന്താണ് ഫോൾട്ട് എന്നുള്ളത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഡ്രൈവറാണോ, ഷോർട്ടാണോ, റെസിസ്റ്റൻസ് ആണോ, IC ആണോ, PF ആണോ, ഇതെല്ലാം നോക്കി കണ്ടുപിടിക്കാനുണ്ട്. ഇത് റിപ്പയർ ചെയ്തിട്ട് വണ്ടിയിൽ വെച്ച് നോക്കാനുണ്ട്, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. സ്വിഫ്റ്റിൻ്റെ ബോഡി ഞാൻ റിപ്പയർ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഇത് ഫുള്ള് ജെർക്കിങ് ആയിരുന്നു. ആ ജെർക്കിങ് ഒക്കെ ഇപ്പം മാറിയിട്ടുണ്ട്. ഇതാണ് മോഡൽ, 2018 മോഡൽ. നേരത്തെ ഇത് ഫുള്ള് ജെർക്കിങ് ആയിരുന്നു. ഈ 2 സിലിണ്ടർ മാത്രമേ ഇവിടെ വർക്കിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ 4 സിലിണ്ടർ വർക്കിംഗ് ആയിട്ട് സൈലൻ്റ് ആയിട്ട് നിൽപ്പുണ്ട്. ഓക്കെ, ഈ ബോർഡാണ് കംപ്ലൈൻറ്റ് കൂടുതലും വരുന്നത്. ഈ ബോർഡ് നമുക്ക് ഇളക്കി റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് മാറാമെന്നുള്ള കേസേ ഉള്ളൂ. ഇതാണ് മോഡൽ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.